ഇതായിരുന്നു എൻ്റെ വീട്. അല്ല, ഞങ്ങളുടെ വീട്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയായിരുന്നു. 6 വർഷം മുൻപ് വരെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്കിവിടെ. ചുറ്റും ഇപ്പോൾ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെയായി. എൻ്റെ അപ്പൂപ്പൻ പണിയിപ്പിച്ച ഈ വീട്ടിൽ അച്ഛൻ്റെതായ കുറേ മോഡിഫിക്കേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എരുത്തിൽ അഥവാ പശുത്തൊഴുത്ത്. ഇപ്പോഴും അച്ഛൻ പശുവിനെ വളർത്താറുണ്ട്. ഡെയിലി 8 ലിറ്റർ പാൽ കിട്ടാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആ ചാടിപ്പോയ ആളില്ലേ, ലവനാണ് മിസ്റ്റർ ടോബി. പണ്ടൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. ഇപ്പം പക്ഷെ ഇത്തിരി ചാട് കൂടുതലാണ്. ദിസ് ഈസ് കോൾഡ് കച്ചിത്തുറു. പശുവിനെ വളർത്തുമ്പോഴുള്ള ബേസിക് ഫുഡ്. ഇപ്പോൾ പശുവിനെ വളർത്താൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. ഇതാണ് അത്തറ. പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വീടിൻ്റെ പുറത്ത് വിളക്ക് കത്തിക്കുന്ന ഒരു സ്പേസ്. പണ്ട് മുതൽ ഇവിടെ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുമായിരുന്നു. കുറച്ച് നാൾ മുൻപ് വരെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരല്, അരകല്ല്, ആട്ടുകല്ല് ഇതെല്ലാം ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട്. ഇത് ആ കാണുന്ന വീടില്ലേ, അത് കണ്ണമ്പ്രോയുടെ വീടാണ്. ആളിപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും വീട് കണ്ടില്ലേ, ഒരേ കളറാണ്. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കുറഞ്ഞു തുടങ്ങി. വീടിൻ്റെ മുമ്പിൽ ആ കുളം കണ്ടില്ലേ, എൻ്റെയും കൂട്ടുകാരൻ സാഗറിൻ്റെയും ആദ്യത്തെ ഐഡിയയിൽ ഉണ്ടാക്കിയ കുളമാണ്. മീൻ വളർത്തൽ അതായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം ചുറ്റിപ്പോയി. മീനൊക്കെ വാങ്ങിയിട്ടതാണ് ഞങ്ങൾ. പക്ഷെ ഒരു വെള്ളപ്പൊക്കത്തിലെല്ലാം ഒഴുകി താഴേക്ക് പോയി. അതോടെ ഞങ്ങളുടെ മൂടും പോയി. അങ്ങനെ അതിപ്പോൾ ടോബിയുടെ സിമ്പിളായി. മൊത്തത്തിലൊരു പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു ഇവിടെ. വീട്, കൃഷികൾ, തോട്, കുളം. പണ്ടൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ ഇപ്പോൾ ശരിക്കും ഞാനതൊക്കെ മിസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾക്കെല്ലാം വൈകിയല്ലേ കത്തുള്ളൂ.